കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, ചിലർ എന്ത് ചെയ്താലും അബദ്ധത്തിൽ ചെന്ന് കലാശിക്കും, ചിലർ എന്ത് ചെയ്താലും ഭയങ്കര ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ അബദ്ധത്തിൽ കലാശിക്കുന്നവർക്ക് രക്ഷപ്പെടാനായിട്ട്, അവർക്ക് മുന്നേറ്റം ഉണ്ടാകാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നു. ഇവരുടെ ജാതകവശാൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നവരായിരിക്കും. 6, 8, 12 രാശിയിൽ, നിജഗ്രഹങ്ങളുടെ രാശിയിൽ ബലമില്ലാതെ നിൽക്കുന്ന വ്യാഴം എപ്പോഴും നെഗറ്റീവ് ഫലങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ അല്ലെ ഭാഗ്യദോഷങ്ങളെ, പേരുദോഷങ്ങളെ ഇങ്ങനെയുള്ളതിനെയൊക്കെ പ്രദാനം ചെയ്യും. അപ്പം അതിന് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. ഗ്രഹനിലയിൽ വ്യാഴം അശുഭസ്ഥാനത്തായ ഒരാൾ മഹാവിഷ്ണുവിനെയാണ് പ്രധാനമായിട്ടും ഭജിക്കേണ്ടത്. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ, അതായത് ആദ്യം 9 മഹാക്ഷേത്രങ്ങളിൽ പോകണം. 9 മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ, കൊടുമരമൊക്കെ ഉള്ള അതിപുരാതനമായിട്ടുള്ള 9 ക്ഷേത്രങ്ങളിൽ പോയിട്ട് വിഷ്ണു പൂജ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യാനുള്ളത്. പിന്നെ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ ദ്വാദശനാമ പൂജ ചെയ്യാം, ദശദാനം ചെയ്യാം, ദ്വാദശദാനം ചെയ്യാം. ഇതൊക്കെ ഓരോ ദ്രവ്യങ്ങളായിട്ടാണ് ദാനം ചെയ്യുന്നത്. ആ ദാനം ചെയ്ത് നമുക്ക് ഓരോരുത്തരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭാഗ്യദോഷം ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പുതിയ കുടം വാങ്ങിച്ചിട്ട് അതിൽ നിറച്ച് വെള്ളം നിറച്ച് ഒരു തുളസിയിലയോ ഒരു നാണയോ ഇട്ട് വെക്കുക. പതിവായിട്ട് ഓരോ ദിവസവും അത് മാറ്റണം. അങ്ങനെ ഒരു മാസമെങ്കിലും 30 ദിവസമെങ്കിലും ഇത് കണി കാണണം. കണി കണ്ട് 31-ാമത്തെയോ അല്ലെങ്കിൽ 1-ാമത്തെയോ ദിവസം ഈ കുടം നമുക്ക് മാറ്റി വേറെ കുടം നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ ഒരു കുടം ഒരു മാസം നമുക്ക് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ പതിവായിട്ട് 6 മാസം, 1 വർഷമൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കണി കാണുന്നത് നമുക്ക് ധനാഭിവൃദ്ധിക്കും ഭാഗ്യാഭിവൃദ്ധിക്കും ഒക്കെ സഹായിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാമനമൂർത്തി അവതാരമുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭഗവാന് നെൽപ്പറ ഇടുക. അതുപോലെ തന്നെ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ അൻപറ എന്ന് പറയും. അവല്, മര്, നെയ്യ്, കൽക്കണ്ടം, അങ്ങനെ പല ദ്രവ്യങ്ങളുണ്ട്. പഞ്ചസാര, ശർക്കര, പഴം ഉപയോഗിക്കുന്നുണ്ട്. അവല്, മര്, നെല്ല്, അരി ഇതൊക്കെ ഇട്ട് അൻപറ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്സ്യങ്ങൾക്ക് ഒരു 13 പ്രാവശ്യം അല്ലെ 15 പ്രാവശ്യം മത്സ്യങ്ങൾ ദേവതയായിട്ട് പൂജിക്കുന്ന ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് മത്സ്യങ്ങൾക്ക് മലര് സമർപ്പിക്കുക. ഭാഗ്യദോഷം ഒഴിവാവാൻ, അബദ്ധം കുറയാനൊക്കെ സഹായിക്കും. പിന്നെ അടുപ്പിച്ച് ഗണപതി ഹോമത്തിനകത്ത് മഹാഗോപാല മന്ത്രം, ദ്വാദശാക്ഷരി മന്ത്രം, അതിൽ ഹയഗ്രീവ മന്ത്രം, മഹാവിഷ്ണു സൂക്തം, ഇങ്ങനെ പല സൂക്തങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഇഷ്ട പുഷ്പങ്ങളൊക്കെ തേനിനകത്ത് മുക്കിയിട്ട് ഹോമിക്കും. ഇപ്പം മഹാവിഷ്ണുവിൻ്റെ ഇഷ്ടപുഷ്പമാണ് തുളസി. തുളസിയൊന്നും ഹോമിക്കാൻ പാടില്ല. അല്ലാതുള്ള മന്ദാരമാവാം, ചെത്തിയാവാം, ചെമ്പകമാവാം, അങ്ങനെയുള്ള പല പുഷ്പങ്ങൾ നമുക്ക് ഈ പറഞ്ഞ സൂക്തങ്ങളെ കൊണ്ടൊക്കെ ഹോമിക്കാം. അതിലൂടെ നമുക്ക് ഭാഗ്യദോഷം ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുപ്പതിയിൽ പോയി ഭഗവാന് തല മുണ്ഡനം ചെയ്യാം. അതുപോലെ തിരുപ്പതി ഭഗവാന് മഞ്ഞൾ കൊണ്ട് പറ സമർപ്പിക്കാം. അതുപോലെ മഞ്ഞൾ നമുക്ക് പറ്റാവുന്നത്രയും സംഖ്യ വീട്ടിൽ സൂക്ഷിക്കുക. 1 മാസമെങ്കിലും സൂക്ഷിച്ചിട്ട് വീട്ടിലെ ഭാഗ്യദോഷങ്ങൾ, വീട്ടിലുള്ളവരുടെ ഭാഗ്യദോഷങ്ങളൊക്കെ പോകുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ഭഗവാന് ഒരു വലിയ പട്ടിനകത്ത് 1 മീറ്റർ 2 മീറ്റർ പട്ട് വാങ്ങിച്ച്, മഞ്ഞ പട്ട് വാങ്ങിച്ച് അത് കിഴികെട്ടി അവിടെ കൊണ്ട് സമർപ്പിക്കാം. നാണയപ്പറ സമർപ്പിക്കാം, പിടിപ്പണം സമർപ്പിക്കാം തിരുപ്പതിയിൽ. ഇതിലൂടെയൊക്കെ നമുക്ക് ഭാഗ്യദോഷം ഒഴിവാക്കിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഗുരുവായൂർ പോയി ശയനപ്രദർശനം നടത്തുന്നത് ഭാഗ്യദോഷം മാറാൻ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. ഗുരുവായൂർ ഇതുപോലെ പല ദ്രവ്യങ്ങളെ കൊണ്ട്, വിശേഷ ഫലമൂലാദികളെ കൊണ്ടൊക്കെ പറയിടുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്താലും ഈ അബദ്ധത്തിൽ കലാശിക്കുന്നവർ ആദ്യം ജാതകം പരിശോധിച്ച്, ഞാനീ പറഞ്ഞതുപോലെ തന്നെ ജാതകത്തിൽ ഭാഗ്യദോഷം ഉണ്ടെങ്കിൽ അത് നീക്കിയതിന് ശേഷം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അബദ്ധത്തിൽ കലാശിക്കുന്ന അവസ്ഥ മാറാനും ബുദ്ധി വൈഭവം കൂടാനും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ നന്മയിലേക്ക് അല്ലെ ശുഭപര്യവസാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്ത വിഷയങ്ങൾ കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.